ഹായ്, വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് തയ്യാറാക്കുന്നത്, ആൽഫബറ്റ് കേക്ക്. നമ്മുടെ ചാനലിന് 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഇതിന് പകരമായിട്ട് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബേക്കിംഗ് പേപ്പറിൽ പാർച്ച്മെന്റ് പേപ്പർ വെച്ചാലും മതി. അങ്ങനെ ചെയ്താലും മതി. അതില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദയാണ്. ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് 2-3 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളം ഇത് നമ്മൾ അരിച്ചെടുക്കുന്നുവോ അത്രത്തോളം ഇത് മിക്സായി കിട്ടും. അപ്പം നമ്മുടെ കേക്കും സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിന്ന് അലുമിനിയം പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള പാത്രം ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിന് നടുവിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. ഈ സ്റ്റാൻഡിന് മുകളിലാണ് നമ്മൾ കേക്ക് ടിന്ന് വെക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ടയും നമ്മളൊന്ന് ഉടച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിലേ ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേക്കിൽ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ സ്മെല്ല് മുഴുവനായിട്ട് പോയി കിട്ടും, നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ പൗഡർ ഷുഗർ നമ്മൾ ഇടുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ മുട്ട നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കനോല ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് വെച്ചാൽ അതെടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാവും നന്നാവുക. വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് ഓയിൽ എടുത്താലും റിഫൈൻഡ് ഓയിൽ എടുത്താലും നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ബാറ്റർ താഴ്ന്നു പോവും. അപ്പോൾ അങ്ങ് ബീറ്റ് ചെയ്തിട്ട് അടുത്ത മിക്സിൽ നിന്നും കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. പിന്നീട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ മാറ്റി വെക്കാം. ഇനി സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ.
നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇത് ഒന്ന് തട്ടി കൊടുക്കണം. 2-3 പ്രാവശ്യമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് തട്ടുന്ന സമയത്ത് ഇതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45 to 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇത് ബേക്ക് ചെയ്ത് കിട്ടാനുള്ള സമയം ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിലും അതുപോലെ തന്നെ അതിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിരിക്കും. ഏകദേശം ഒരു 40 to 50 മിനിറ്റ് വരെ മതിയാവും. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് സ്ക്യൂറോ ടൂത്ത് പീക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ ടൂത്ത് പീക്ക് ക്ലീൻ ആണെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ബൗളും വിസ്കും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബൗള് ഇറക്കി വെച്ചിട്ട് അതിൽ നമ്മൾ ക്രീം വിപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തണുപ്പ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിൽ തന്നെ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് കുറച്ച് പൗഡർ ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മധുരം ഒന്ന് ജസ്റ്റ് നല്ലൊരു മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. അല്ല നിങ്ങൾക്ക് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 7-8 മിനിറ്റോളം എടുത്തു. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ Z എന്ന ലെറ്റർ ഞാനൊന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. എൻ്റെ കയ്യിലൊരു സെഡിൻ ഷേപ്പിലുള്ള ഒരു കാർഡുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കാർഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ബേക്കിംഗ് പേപ്പറും ഇതുപോലെ കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അതേ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ശരിക്കും നമുക്ക് ആ Z ഷേപ്പിലുള്ള കേക്ക് കിട്ടും. ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കേക്ക് വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ലെയർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബേസ് എടുത്തിട്ട് അതിൽ ഇത്തിരി വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. കേക്ക് അതിൽ ശരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഈ ലെയറിന് മുകളിലായിട്ട്
ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് യെല്ലോയിഷ് കളറാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഷുഗർ സിറപ്പ് റെഡിയായി. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നനവ് ഉണ്ടാവണം, എങ്കിൽ നമ്മുടെ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ Z ഷേപ്പിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് 1 കപ്പ് സിറപ്പ് മുഴുവൻ വേണമെന്നുണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൽ നിന്നും സിറപ്പ് എടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഡെക്കറേഷൻസിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് 3 വിധത്തിലെ കളർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വിപ്പിംഗ് ക്രീം 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ബ്ലൂവും, ഒന്നിൽ റെഡും, ഒന്നിൽ ലൈറ്റ് ഗ്രീനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 ഡ്രോപ്പ് ഇട്ടാൽ മതി. ലൈറ്റ് കളറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു വൈറ്റ് കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ എടുത്തപ്പോൾ വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് ബോർഡർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ബോർഡർ ഇവിടെ മുഴുവനായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കളേഴ്സൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷൻസ് ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഓരോ രീതിയിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ഫ്ലവേഴ്സ് വരച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഏകദേശം ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറി 4ആയിട്ട് മുറിച്ചെടുത്തതാണ്. ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 4-5 സ്ട്രോബെറി മതി. ഇനി ബാക്കി വരുന്ന ഭാഗം കൂടി ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലും ഈ നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.